പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന ഷീബ സുരേഷിന്റെ കുമളിയിലെ വീട്ടിൽ ഇഡിയുടെ പരിശോധന നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷീബ സുരേഷ് നേരത്തെ വിദേശത്തായിരുന്നു. അവരുടെ വീട് ഇഡി സീൽ ചെയ്തിരുന്നു. പിന്നീട് അവരെ വിളിച്ചു വരുത്തി നാട്ടിലേക്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. ജോസിൽ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഷീബ സുരേഷിന്റെ പേരാണല്ലോ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ ഷീബ സുരേഷ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവാണോ? ഈ കേസിൽ അവരുടെ പങ്ക് എന്തെന്നാണ് ഇഡി പറയുന്നത്? മനു, ഷീബ സുരേഷ് കുമളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമാണ്. അവരാണ് ഈ പ്രധാനമായിട്ടും ഈ ആദ്യഘട്ടം മുതൽ അനന്തു കൃഷ്ണന്റെ ഒപ്പം ഈ പ്രവർത്തനങ്ങളുമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നതാണ് ഈ അനന്തുവിന്റെ വീടിനോട് ചേർന്ന് കൊടയത്തൂർ പഞ്ചായത്തിൽ 7-ാം മൈലിൽ സ്ഥാപിച്ച സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർപേഴ്സണാണ് ഈ ഷീബ സുരേഷ്. അതോടൊപ്പം തന്നെ NGO കോൺഫെഡറേഷന്റെ ബോർഡ് അംഗവുമാണ്. ഈ തട്ടിപ്പിനെല്ലാം നേതൃത്വം കൊടുത്ത NGO കോൺഫെഡറേഷന്റെ ബോർഡ് അംഗവും കൂടിയാണ് ഈ ഷീബ സുരേഷ്. ഈ കുമളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിലും മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുമുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്ത്രീകളെ പ്രധാനമായിട്ടും കോർഡിനേറ്റർമാരെ കണ്ടെത്തിയത്. വനിതാ ശാക്തീകരണം എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ആദ്യം വളം കൊടുത്തു, പിന്നീട് തയ്യൽ മിഷൻ, ലാപ്ടോപ്പ്, അങ്ങനെ ഘട്ടം ഘട്ടമായി സ്കൂട്ടർ, പിന്നീട് കാർ എന്നൊക്കെ നിലയിലേക്ക് ഉയർന്നുയർന്നു പോയി തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പേര് വെക്കാത്ത ഒരു പരാതി എത്തുന്നത്. മൂവാറ്റുപുഴ സ്വദേശിനിയുടെ ഒരു പരാതി. അത് പേര് വെച്ചിട്ടില്ല, പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത് അത് കൃത്യമായി അന്വേഷിക്കാൻ മൂവാറ്റുപുഴ പോലീസിനത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. മൂവാറ്റുപുഴ പോലീസ് ആദ്യം അന്വേഷണത്തിനായിട്ട് ഇത് ഇറങ്ങുമ്പോൾ ഒരു പരാതിക്കാരെയും കിട്ടിയില്ല. പക്ഷേ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പരാതിക്കാർ പിന്നീടുണ്ടായി. അറസ്റ്റ് ചെയ്ത ഒരു ഘട്ടത്തിലാണ് ആയിരക്കണക്കിന് പരാതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ഇതിന്റെ കോർഡിനേറ്റർമാരെ സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതലക്കാരിയായിരുന്നു ഈ ഷീബ സുരേഷ്. ആ കോർഡിനേറ്റർമാർ ഈ മഹിളാ കോൺഗ്രസിലെ ഇവരുടെ നേതൃത്വവും അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെയുള്ള ബന്ധങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ കോർഡിനേറ്റർമാർ സംഘടിപ്പിച്ച് ഈ കോർഡിനേറ്റർമാരാണ് ഈ തട്ടിപ്പിലേക്ക് ആളുകളെ ചേർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കോർഡിനേറ്റർമാരടക്കം ഷീബ സുരേഷിനെ വിശ്വസിച്ചാണ് തങ്ങൾ ആളുകളെ ചേർത്ത നിലയിൽ പരാതിയായിട്ട് വന്നിട്ടുണ്ട്. വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിലും കുമളി പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് നിരവധി പരാതികൾ ഈ ഷീബ സുരേഷിന് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർത്ത ആദ്യമായി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ അനന്തുവിനെ സംരക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ വോയിസ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അനന്തു ഇത് തട്ടിപ്പല്ല എന്നുള്ള രീതിയിൽ ഈ ഷീബ സുരേഷ് പുറത്തുവിട്ട ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായും ആദ്യം മുതൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ഷീബ സുരേഷ്. പക്ഷേ ഇത് ഈ കേരള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം വളരെ കൃത്യമായി മുമ്പോട്ട് പോവുകയാണ്. ഷീബ സുരേഷ് അടക്കമുള്ള ആളുകൾക്കെതിരെ എല്ലാം കേസ് ഈ കുമളി പോലീസ് സ്റ്റേഷനിൽ തന്നെ ഏകദേശം 27ഓളം കേസ് ഷീബ സുരേഷിനെതിരെ എടുത്തിട്ടുണ്ട്. അതിൽ 17ഓളം കേസുകൾ ക്രൈംബ്രാഞ്ചിന് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഓർഡർ വരുന്നതനുസരിച്ച് ബാക്കി 10 കേസുകളും കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൃത്യമായി കേരള പോലീസും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും എല്ലാം അന്വേഷണം തുടരുന്നതിൻ്റെ ഇടയിലാണ് EDയുടെ ഭാഗത്തു നിന്നും അന്വേഷണം വരുന്നത്. പക്ഷേ EDയുടെ ഈ നിലപാട് ED പരിശോധിക്കുന്നതെല്ലാം എന്ത് ലക്ഷ്യത്തോടു കൂടിയാണെന്നുള്ളത്, കാരണം ED സ്വമേധയാ കേസെടുക്കുന്നതെല്ലാം ഈ BJP ഇതര നേതാക്കന്മാർക്കെതിരെയാണ്. ഈ കൃത്യമായി നമുക്കറിയാം AN രാധാകൃഷ്ണനുണ്ട്, പ്രമീള ദേവി ഉണ്ട്, അങ്ങനെ നിരവധി BJP നേതാക്കന്മാരുണ്ടെങ്കിലും ലാലി വിൻസെന്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഷീബ സുരേഷ് ഇങ്ങനെയുള്ള കുറേ ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാരെ ED കേന്ദ്രീകരിക്കുന്നു. EDയുടെ അന്വേഷണത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതൊക്കെ പരിശോധിക്കണം. പക്ഷേ കേരള പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും ഷീബ സുരേഷിനെ അടക്കം പ്രതിയാക്കി കേസ് മുമ്പോട്ട് പോവുകയാണ്. ഏതായാലും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് മനു. ശരി, ഓക്കെ, കുരുക്ക് അങ്ങനെ മുറുകട്ടെ. പക്ഷേ കുരുക്ക് മുറുകാൻ വലിയ ആവേശം കാണിച്ചിരുന്ന പലരും ഇന്നത്ര ആവേശം കാണിക്കുന്നില്ല. കാരണം കോൺഗ്രസ് BJP നേതാക്കൾ ആരോപണ വിധേയരായി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അത്ര ഒരു ആവേശം ഇത്തവണ ന്യൂസ് റൂമുകളിൽ നമുക്ക് കാണാൻ കഴിയാത്തത്. ഓക്കെ, താങ്ക് യു ജോസിൽ. നമുക്ക് വീണ്ടും കാണാം. ഏതായാലും ഇടുക്കിയിൽ നിന്നുള്ള സമഗ്രമായ വിവരങ്ങളാണ് ജോസിൽ നമുക്ക് നൽകിയത്.